കാലമല്ലേ ബിഗ് ബഡ്ജറ്റ് കാഴ്ചകളുടെ കരയിലും കടലിലുമൊക്കെയായി വെട്ടും കുത്തും കൊലയും മാർപ്പുവിളികളും ആയുധങ്ങളുടെ കൂമ്പാരവുമൊക്കെയായി ഇത് വേറെ തന്നെ ഒരു യൂണിവേഴ്സ്. അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ, ഭാഷകളുടെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ഒരു കാലം. ആ കാലത്തിന്റെ തുടർച്ചയായിട്ടാണ് ദേവര എന്ന സിനിമയും വന്നിരിക്കുന്നത്. ഭയത്തിന്റെ മുൾമുനയിൽ ഒരു ദേശത്തെ നിർത്തിയ ദേവരയുടെ കഥ മലയാളത്തിലുമുണ്ട്. ഒറിജിനൽ തെലുഗു ആണെങ്കിലും മലയാളം ഡബ് ചെയ്ത് കേരളത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറുള്ള സിനിമ പാർട്ട് 1 എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. കൊരട്ടാല ശിവയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ, പ്രകാശ് രാജ്, കലയരസൻ, ഷൈൻടോൺ ചാക്കോ, സുധേവ്, മുരളി ശർമ്മ, നരേൻ, അങ്ങനെ വലിയൊരു താരനിര നോക്കിയാൽ പാൻ ഇന്ത്യൻ എന്ന് പറയാം. മലനിരകളും സമുദ്രവും ഒക്കെ വരുന്നത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും പാൻ ഇന്ത്യൻ എന്ന് പറയാം. പക്ഷേ പാൻ ഇന്ത്യൻ കാഴ്ചക്കാർ വേണമെങ്കിൽ ചേർക്കേണ്ടുന്ന ചേരുവകളെല്ലാം പലയിടത്തായി കൊണ്ടുവരുന്നുണ്ടെങ്കിലും സ്റ്റൈലിനപ്പുറത്തേക്ക് കഥയിലും തിരക്കഥയിലും കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് നടക്കാതെ പോയി എന്നിടത്ത് ദേവര നിരാശയാണ്. 90കളുടെ മധ്യത്തിൽ യതി എന്നൊരു വ്യക്തിയെ പിടിക്കാൻ പോലീസിന്റെ ശ്രമങ്ങളും അങ്ങനെ ഒടുവിൽ അവർ ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ അയാൾ ഉണ്ട് എന്നൊരു അറിവ് കിട്ടുന്നു. അയാളെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ആളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് ഓഫീസറും സംഘവും ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ ഭൈരവയെ കാണുന്നു. അയാൾ ഇവർക്ക് 2 ഇടിയും കൊടുത്ത് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് ആരെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന സിംഗപ്പ അവരെ കണ്ടുമുട്ടുന്നു. കണ്ട ഉടനെ കഥ പറയുന്നത് മോശമല്ലേ, കടലിൽ കൊണ്ടുപോയി പോലീസ് ഓഫീസറെ ഒന്ന് പേടിപ്പിച്ച ശേഷം കഥ തുടങ്ങുന്നു. ആ പേടി കാരണം പോലീസുകാരൻ സംഘവും കഥ കേൾക്കുന്നു. എന്തെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ സിനിമയും കാണുന്നു. ദേവരയിൽ കൊള്ളാമെന്ന് തോന്നിയ ചില പരിപാടികൾ ഉണ്ടെങ്കിലും രണ്ടാം പകുതി എത്തുമ്പോഴേക്കും ടെംപ്ലേറ്റഡ് പരിപാടിയിൽ ഒരു ഹൈ മൊമെന്റ് പോലും സമ്മാനിക്കാതെ ദേവരയും അയാളുടെ പിൻതലമുറയും കടന്നു പോകുന്നു. രണ്ടാം ഭാഗത്തിലേക്കുള്ള ട്വിസ്റ്റും അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് എവിടെയും സമ്മാനിക്കുന്നില്ല. അപ്പോൾ ആദ്യം കൊള്ളാമെന്ന് തോന്നിയ കാര്യങ്ങൾ പറയാം അല്ലേ. ആദ്യത്തേത് തീർച്ചയായിട്ടും ജൂനിയർ NTRന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അത് നല്ല രീതിയിൽ സിനിമയിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ഷൻ സീനുകളിലൊക്കെ ഒരു പവർഫുൾ എന്നൊരു ഫീൽ ഉടനീളം നൽകുന്നുണ്ട്. നല്ല കിഞ്ചൽ അടിയായിരുന്നു. ഡാൻസും കൊള്ളാമായിരുന്നു. അതേപോലെ തന്നെ സെയ്ഫ് അലി ഖാനും ഒത്ത എതിരാളി എന്നൊരു ഫീൽ സിനിമയിലുടനീളമുണ്ട്. പ്രകടനം നോക്കിയാലും രണ്ടുപേരും അത്യാവശ്യം രസമായി തന്നെ ആ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ഗംഭീരമെന്നല്ല, ചിലയിടങ്ങളിലെങ്കിലും ഒരു ഗ്രാൻഡ് ഫീൽ നൽകുന്നുണ്ട്. 4 ഗ്രാമങ്ങളും അതിനോട് ചേർന്ന കടലും മല്ലയുദ്ധവും ആയുധപൂജയും കൊള്ളയും മോഷണവും ഒക്കെയായി ആ സ്പേസിനെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. ചില പോർഷൻസിൽ ആ ഒരു സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മികച്ച രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അനിരുദ്ധിന്റെ സംഗീതം ആക്ഷൻ സീനുകൾക്കൊക്കെ ഒരു ബലം നൽകുന്നുണ്ടെങ്കിലും വൈകാതെ ഇതെവിടെയോ കേട്ടതാണല്ലോ എന്ന അവസ്ഥയിൽ കൂടിയാണ്. പാട്ടുകളും മികച്ചതായി തോന്നിയില്ല. സമുദ്രം ഒരു പ്രധാന സ്ഥലമായി വരുന്നുണ്ട്. വെള്ളത്തിലെ കാഴ്ചകൾ നോക്കിയാലും ഒരു ഓക്കെ ഫീൽ മാത്രമാണ് തോന്നിയത്. ആദ്യ പകുതി ആ സ്ഥലത്തെയും അവിടുത്തെ ജീവിതത്തെയും നായകനെയും പ്രതിനായകന്മാരെയും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത്തരം കഥാപശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊക്കെയാണ് കൊണ്ടുവരുന്നെങ്കിലും ചുമ്മാ കണ്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. അതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് മലയാളം ഡബിംഗ്. സെറീന വഹാബിന്റെ കഥാപാത്രം മരണത്തെക്കുറിച്ചുമൊക്കെ ദേവരോട് പറയുന്ന ഒരു സീനുണ്ട് സിനിമയിൽ. സംഭാഷണങ്ങൾ മലയാളത്തിലേക്ക് ആക്കിയതിന്റെ മികവ് എത്രത്തോളമാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സീൻ തന്നെയാണ്. തീർത്തും ശോകമായിരുന്നു. സംഭാഷണങ്ങൾ പലയിടത്തും നാടകത്തിൽ കൊണ്ടുവരുന്ന രീതിയിലാണ്. അത് ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാതെ പോയതിന്റെ ഒരു കാരണം ഇതാകാമെന്ന് കരുതുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം കൊള്ളാമെന്ന് തന്നെയാണ് തോന്നിയത്. സുധേവ്, നരേൻ, ഷൈൻടോൺ ചാക്കോ എന്നിവരും പ്രാധാന്യമുള്ള വേഷങ്ങൾ എത്തിയിട്ടുണ്ട്. അവരുടെ ഡബിംഗ് അത്യാവശ്യം മലയാളത്തിൽ ആയതുകൊണ്ട് കൊള്ളാമെന്ന് തോന്നി. പ്രകടനത്തിൽ ഓക്കെ എന്നൊരു ഫീൽ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. ആദ്യ പകുതി ബിൽഡപ്പ് ഒക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഗ്രാഫ് മൊത്തത്തിൽ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. ദേവരായുടെ മകൻ വരുന്നു, നായിക തങ്കം വരുന്നു, പിന്നെയും കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നു, പാട്ട് വേണം, റൊമാൻസ് വേണം എന്നൊക്കെയായി കഥ തോന്നി വഴിക്ക് പോകുന്നു. പിന്നെ നമുക്ക് തിയേറ്ററിൽ നിന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ട് കണ്ടിരിക്കുന്നു. നായികയായ തങ്കമായിരുന്നത് ജാൻവി കപൂറാണ്. നായികയും പ്രേമവും പാട്ടുമില്ലെങ്കിൽ കാഴ്ചക്കാർ എന്ത് കരുതും എന്ന ചോദ്യത്തിൽ നിന്നും ഉദ്ഭവിച്ച ഒരു കഥാപാത്രം എന്നേ തോന്നിയുള്ളൂ. പ്രകടനവും മികച്ച അനുഭവപ്പെട്ടില്ല. പ്രകാശ് രാജാണ് സിംഗപ്പ എത്തുന്നത്. കഥയുടെ പ്രസന്റിലെ മേക്കപ്പ് ഒക്കെ വളരെ ശോകം. പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു എന്ന് കാണിക്കാൻ പലയിടത്തും വന്നുപോകുന്നു എന്നൊരു ഫീൽ മാത്രമാണ് ഉണ്ടായത്. ശ്രീകാന്ത്, മുരളി ശർമ്മ, കലയരസൻ തുടങ്ങിയവരൊക്കെ പ്രാധാന്യമുള്ള വേഷത്തിൽ എത്തുന്നുണ്ടെങ്കിലും പ്രകടനത്തിൽ കാര്യമായി ഒന്നും തന്നെ സമ്മാനിക്കുന്നില്ല. പിന്നെ അടിയാണ് പ്രധാന വിഷയം എന്നതുകൊണ്ട് അടി കൊടുക്കാനും അതിനേക്കാളേറെ അടി കൊള്ളാനും ഏറെ പേരുണ്ടാകുമല്ലോ. അവരുടെയൊക്കെ ഓവർ എക്സ്പ്രഷൻ സിനിമയിലുടനീളം കാണാം. ദേവര കണ്ടെയ്നർ താഴേക്ക് ഇടുന്ന സീനിലെ അവരുടെയൊക്കെ എക്സ്പ്രഷൻസിന്റെ പകുതി മതിയായിരുന്നു അതൊന്ന് പിടിച്ചു നിർത്താൻ. സിനിമയിലുടനീളം നോക്കിയാലും കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെന്റ് പോലും കാണാൻ സാധിക്കില്ല. മാസ് മസാല ആക്ഷൻ ചിത്രങ്ങൾ എന്തിനാണ് ലോജിക് നോക്കുന്നത് എന്നൊരു ചോദ്യം വീഡിയോ കാണുന്നവർ തന്നെ പലപ്പോഴും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. കഥ നടക്കുന്ന സ്പേസിൽ ലോജിക്കാണ് ഉദ്ദേശിക്കുന്നത്. ദേവരയിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ നോക്കിയാൽ അമ്മാതിരി ഒരു അടി കിട്ടിയാൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാകില്ല എന്നറിയാം. അപ്പോഴും അങ്ങനെ ഒട്ടനവധി അടികൾ കൊടുക്കും, ആര് ബാക്കിയാവുന്ന എന്നതിൽ മാത്രമാണ് ആകാംക്ഷ, അല്ലെങ്കിൽ അതാണ് കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും ഡിഫൈൻ ചെയ്താൽ ആ സ്പേസിലെ ലോജിക് മാത്രമാണ് വിഷയമാവുന്നത്. പലപ്പോഴും ഇത്തരം ലോജിക്ലെസ് കാര്യങ്ങളെ സിനിമയിൽ ബ്രില്യന്റ് ആയി പ്ലേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ദേവരയിൽ അങ്ങനെ ഒരു സാഹചര്യം കാണാൻ സാധിച്ചിട്ടില്ല. സമുദ്രത്തിൽ തൂക്കിയിട്ട കണ്ടെയ്നറുകൾ ഓരോ മനുഷ്യർ താഴെ പോയി താങ്ങി നിർത്തുന്ന സീനുകളൊക്കെ ഉണ്ട്. കഥയിൽ അതിന്റെ റെലവൻസ് പിന്നീട് ഒരു വിധത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആ സംഭവത്തെ എങ്ങനെ കൊണ്ടുവരണം എന്നതിൽ ബ്രില്യൻസിന് പകരം ലോജിക്ലെസ് പരിപാടികളാണ്. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം സിനിമയിൽ ഒട്ടേറെ ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓവറോൾ ദേവര കാശ് മുടക്കിയതിന്റെ കുറെ പരിപാടികൾ ഒരു സിനിമയാണ്. പക്ഷേ കഥയിലും തിരക്കഥയിലും കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിരാശയാണ് ഫലം. ആദ്യ പകുതി അത്യാവശ്യം കൊള്ളാമെന്ന നിലയിലാണ് പോയതെങ്കിലും പിന്നീട് മൊത്തത്തിൽ കൈവിട്ട അവസ്ഥയാണ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും